വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റൂമിൽ മമ്മി, ഈ റൂമിൽ വാവ രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉണ്ടോ റെഡി ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിന്ന് ഇവിടെ ഒരു അടുത്ത അമ്പലമുണ്ട്, ചെനക്കത്തൂർക്കാവ് എന്ന് വെച്ചാൽ നമ്മുടെ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂരത്തിന് മുന്നേ കുറേ ദിവസം മുന്നേ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് മമ്മീനെ വാവേനൊക്കെ ഒന്ന് കാണാം. റെഡി ആവുന്നതിൻ്റെ കോലാഹലാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടെ റൂം ഇങ്ങനെ, എന്താ ഈ റൂം ഇങ്ങനെ ഇരിക്കുന്നേ? റൂം ഓക്കെ, അങ്ങനെ കണ്ണടി പോയിട്ട് മുടി നടിച്ചെടുത്ത് അപ്പൊ ഇങ്ങനെയാണ് ഗൈസ് എന്റെ മുടി ഇരിക്കുന്നത്. വലിയ വൃത്തിയോടൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? പ്രശ്നമില്ലല്ലോ അമ്മി, സത്യം പറ. നന്നായിട്ടില്ലേ? താങ്ക് യു. തൊലക്കി തൊലക്കി തൊലക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. അതെനിക്ക് മമ്മി മേടിച്ചതന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മമ്മി മേടിച്ചതിൻ്റെ ഡ്രസ്സസ് മാത്രമേ ഇപ്പോൾ ഞാൻ ഇടുന്നുള്ളൂ ഗൈസ്. അത് സിമ്പിളായിട്ട് ഇടാനൊക്കെ സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ മൂന്ന് ചുരിദാറുണ്ട് കേട്ടോ. വേറെതും നന്നായിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ അടുത്തൊരു ഹൗസ് വാമിങ് ഉണ്ടായില്ലേ, അപ്പം അതിനിട്ടിരുന്നു. ഇതാണ് സെക്കൻഡ് ചുരിദാർ. വേറെ ചുരിദാർ വാവട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പാൻറ്റിന് കുറച്ച് പ്രശ്നം. അതുകൊണ്ട് അവളിപ്പോൾ വേറെ പാൻറ്റ് വെച്ചിട്ടാണ് ഇടുന്നത്. നല്ല ചൂടി സൂപ്പറായിട്ടുണ്ട്. നോർമൽ സോപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുമ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആക്കുക, അതേപോലെ ഒരുപാട് ഇറിറ്റേഷൻസ് ഒക്കെയാണ് കേട്ടോ. അത് നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ആ ഒരു സംഭവം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലോഷൻസും മോയ്സ്ചറൈസിങ് ക്രീംസൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി സോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് സോപ്പ് മാത്രമല്ല, നമുക്കിത് മാമഅർത്തിൻ്റെ വിറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സോപ്പ് യൂസ് ചെയ്ത് കുളിച്ചതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ലോഷൻസോ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ സോപ്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആക്കും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ലോഷൻസ് ഒക്കെ ഇതാക്കി ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. പക്ഷേ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. ബിക്കോസ് ഇതിൽ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബോഡിയിലുള്ള മോയ്സ്ചറൈസിങ് ആ ഒരു ഫീല് ലോക്ക് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ സ്കിന്നിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ബ്യൂട്ടി സോപ്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ അത് മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതെ മാത്രമേ ഇരിക്കുള്ളൂ, പക്ഷെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഡേർട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുളിക്കുന്നത്, എന്നിട്ട് അത് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല, നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സോപ്പ് അങ്ങനെയല്ല, സൂപ്പറായിട്ട് ക്ലെൻസും ചെയ്യും, അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ ലോക്ക് ചെയ്ത് നിർത്താനും ഹെൽപ്പ് ചെയ്യും. യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 in 1 ബെനിഫിറ്റ് ആണ് കേട്ടോ. കാരണം ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് സോപ്പിനെ പോലെ നല്ല രീതിയിൽ നമ്മളുടെ സ്കിന്ന് ക്ലെൻസ് ചെയ്യും. പിന്നെ ഒരു ലോഷനെ പോലെ നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആക്കും. അതേപോലെ ഇതിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കാരണം നമ്മളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഗ്ലോ ആൻഡ് മോയ്സ്ചറൈസ്ഡ് ഫീൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ നമുക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് കാണാൻ പറ്റും. ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും, ഗ്ലോയി ആയിരിക്കും, ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചത്. ഇപ്പൊ എന്റെ സ്കിന്നായാലും ബോഡി ആയാലും പണിയൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഡേർട്ടായിട്ട് ഒരു ഫ്രഷ് അല്ലാതെ ഇരിക്കുവാണ്. ഞാൻ ഒരു മീറ്റർ ഉണ്ട്, അത് വെച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇത് വെച്ചിട്ടാണ് നോക്കാൻ പോണത് കേട്ടോ. ഇത് സ്കിൻ ഡിറ്റക്ടർ ആണ്. ഇത് വെച്ച് നോക്കിയാൽ നമ്മളുടെ സ്കിന്നില് എന്ന് വെച്ചാൽ എത്രത്തോളം മോയ്സ്ചറൈസ്ഡ് ആയാണ് നമ്മുടെ സ്കിൻ, അതേപോലെ എത്രത്തോളം ഓയിൽ കണ്ടന്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോഴും പിന്നെ നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ സ്കിൻ ഇരിക്കണേന്ന് നോക്കാം കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് സീറോ സ്കിന്നിൽ വെച്ചപ്പോൾ ഇതാണ് ഗൈസ് അവസ്ഥ. 12% ആണ് മോയ്സ്ചറൈസിങ്, പിന്നെ ഓയിൽ 18% ആണ് കേട്ടോ. സോപ്പ് യൂസ് ചെയ്തിട്ട് നല്ലൊരു കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഒരു സോപ്പ് മാത്രമല്ല, ഇതിനൊപ്പം ഒരു സോപ്പും കൂടി വരുന്നുണ്ട്. ഉപ്ചാൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ്. ഇതും അതേപോലെ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെയാണ് ആ ഒരു സോപ്പിന്റെ പാക്കേജിങ് വരുന്നത്. നല്ല ക്യൂട്ട് പാക്കേജിങ് ആണ്. ഒരു പാക്കറ്റിൽ തന്നെ 4 സോപ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ സോപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ, നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആണ്. നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ
സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഗ്ലോയി ആയ പോലെ ഫീൽ ചെയ്യും. ഞാൻ അങ്ങനെ എല്ലാവരുടെയും അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഫ്രേഗ്രൻസ് ആയാലും ഭയങ്കര ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രേഗ്രൻസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയാ ഗൈസ്, റീഫ്രഷ്മെന്റ് ഫീലാണ്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഗ്ലോയി എന്ന് വെച്ചാൽ ഒരു തെളിച്ചം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-in-1 ബെനിഫിറ്റ് ആണ്. നിങ്ങളുടെ ഡീപ്ലി ക്ലെൻസ് ചെയ്തിട്ട് ആ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ നിങ്ങളുടെ സ്കിന്നിൽ ലോക്ക് ചെയ്യാനും ഈ ഒരു സോപ്പ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വിറ്റമിൻ സിയുടെ ഗുഡ്നെസ് ഉള്ളത് കാരണം തന്നെ നിങ്ങൾക്ക് സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഗ്ലോയി ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അതേപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ സ്മെല്ല് ഒരു രക്ഷയിലൊക്കെ സൂപ്പർ ആണ്. നല്ല നാച്ചുറൽ ഫ്രേഗ്രൻസ് ആണ്. പിന്നെ ലാദറും അതെ റിച്ച് ലാദർ ആണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞല്ലേ, അപ്പൊ ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫീൽ ഉണ്ട്. നേരത്തെ നോക്കിയപ്പോ റെഡ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഗൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ റെഡ് മാർക്കായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ 50% ആയിട്ടുണ്ട് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സോപ്പ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ, ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഈ ഒരു സോപ്പ് യൂസ് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങളുടെ സ്കിന്നിൽ എത്ര മാത്രം മോയ്സ്ചറൈസിങ് ഫീൽ കൊണ്ടുവരാൻ അത് ലോക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഞാൻ പറയണേക്കാട്ടിലും മെഷീൻ തന്നെ കാണിച്ചു. സോപ്പ് എന്തായാലും അടിപൊളിയായിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഉപ്റ്റാൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പും കൂടെ വരുന്നുണ്ട്. അതും അടിപൊളിയാണ്. നീ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായ ഉണ്ണി 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും മാമാത്തിന്റെ സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും കേട്ടോ. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇന്ന് ഞാൻ പറയണ പോലെ പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവ് ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ മാമാത്തിന്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ ഓരോ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഓരോ ട്രീ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നോ അത്രത്തോളം അവർ അവിടെ ഓരോ ട്രീ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 2025 ആകുമ്പോഴത്തേനും 1 million ട്രീസ് പ്ലാൻ ചെയ്യണം എന്നാണ് അവരൊരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും അതിന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ മാമാത്തിന്റെ പ്രോഡക്ട്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് ആൻഡ് പേർപ്പിളിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്നൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ വെച്ച് കാണുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മമ്മി ഇവിടെ എന്തോ ചെയ്യുന്നേ? ഓക്കെ, എനിക്കാണ് ഇയറിങ്സ് ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ഒന്നും ഇടുന്നില്ല. അമ്പലത്തിലല്ലേ പോണത്, ഒരു ദിവസം നിനക്കൊരു അമ്പലത്തിലെ പോയി മനസ്സിലാവും. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് പിന്നെ അവിടെ നിന്ന് ഗാനമേളയൊക്കെ ഉണ്ട്. ഗാനമേള ഓക്കെ. അപ്പൊ അവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നോ, നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ട് ഏതറിനെ ഇതാണോ? ഓക്കെ, നമ്മളിപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ച് കുറച്ചു നേരം ഗാനമേളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. നേരെ ഇത് ഇതിന് മാച്ച് മമ്മി തന്നെ ചെയ്യണം. ഞാൻ വെറുതെ വെച്ച് നോക്കി തന്നെ. അടികൊണ്ടേ വല്യമ്മേ അവിടെ പൂരല്ലേ വേരേജ്, അവിടെ പൂരൂല ഒന്നുമില്ല. ഉള്ള പൂരത്തിനെ ഇല്ലണ്ടാക്കാൻ അവിടെ ആരും പോണത് ഇഷ്ടമില്ല. ആളൊരു മിടുക്കനാണ് ഗൈസ്. പക്ഷെ ഓ അനീറ്റി അവിടെ അങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതൊന്നും ഓട്ടാൻ പറ്റുമോ? അതിന് ഉരുണ്ട് കളിക്കാം. എന്തായാലും നമുക്ക് വിഷ്ണുവേട്ടനെ വിളിക്കാം. ഓട്ടോനല്ലേ പോണേ? ഈ ലൈറ്റ് ഓഫ് ചെയ്യണോ? വേണ്ട വേണ്ട, രസമുണ്ട്. വിഷ്ണുവേട്ടനെ വിളിച്ചാലോ? വിളിച്ചോ. ഹലോ, അപ്പൊ നമ്മള് റെഡി ആവലൊക്കെ കഴിഞ്ഞു. നമ്മള് വാകുട്ടിക്ക് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മള് ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ തൊണ്ടയൊക്കെ ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ട്. ഇപ്പൊ തണുപ്പത്തും കൂടി പോയി നിന്നാൽ റെഡിയാവും. പോകുന്നുണ്ട്. വാകുട്ടിയും റെഡിയാവും. സിനിമയ്ക്കൊക്കെ പോയി വന്നിട്ട് ആള് കുളിച്ച് റെഡിയാവാൻ വേണ്ടി വൈകി കേട്ടോ. വാവച്ചീനെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. വാവച്ചിയുടെ ഡ്രസ്സ് കാണിച്ചു തരാം. കുഞ്ഞാവ ഓടിവാ. അല്ല ഇങ്ങോട്ട് പോരെ, വേഗം വാ. സുന്ദരി വാവേ, സോയു സുന്ദരി വാവയായിട്ടുണ്ടല്ലോ. നല്ല രസം. സുന്ദരി വാവയുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. വാവയുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. തിരിനോട്ടെ നമ്മൾ മീഷോന്ന് എടുത്താണ് കേട്ടോ. ഇതിന്റെ പാന്റ് ഇതല്ല, ഇതിന്റെ പാന്റ് വേറെ. ഉണ്ണിമോട് വാ, അങ്ങോട്ട് നിൽക്കുന്നോട്ടെ. ഇത് നമ്മള് ഇത് ഞാൻ മീഷോന്ന് എടുത്താണ് കേട്ടോ. ഇതിന്റെ പാന്റ് എങ്ങനെയാണെന്ന് അറിയോ? ഈ സാധനം സൈഡിലായിട്ട് അടിയിലായിട്ട് ലെഗിൻസ് പോലുള്ള പാന്റാണ്. അപ്പൊ എന്തായാലും സുന്ദരി കുട്ടികളായിട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ.
ചെനക്കത്തൂർക്കാവില് വിളിച്ചോണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അതെ, നല്ല രസമുണ്ടെന്ന് മമ്മീനെ കാണാൻ. എന്താണ് ഇത്? വാവക്കുട്ടി നമ്മൾ സ്റ്റോറി എടുക്കും. വാവക്കുട്ടി സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ടല്ലോ. ആ, ഞാൻ വെറുതെ പറയാ, എല്ലാറ്റിനും ഒരു രസമുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അവിടെ വിളിച്ചു പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. മമ്മി പറഞ്ഞു അല്ല, വിഷ്ണുവേട്ടനെ വിളിച്ചിട്ടുണ്ട്, ആട്ടൻ ട്രിപ്പ് പോയിരിക്കണം, അപ്പൊ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഒരു കാർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ പ്രോയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ എന്റെ പ്രോകളുടെ കൂടെ ഇരിക്കാനും ആൾക്കാർ ഭയപ്പെടും, കാരണം സ്പീഡെ പേടിച്ചിട്ട്. അതെ അതെ, കാർ ഓടിക്കണം. എന്റെ ഒപ്പം ഇരിക്കാൻ എല്ലാവർക്കും പേടി. എന്ത് ചെയ്യാൻ, അമ്മേനെ വെച്ചിട്ട് ഒരു ദിവസം പോകുന്നുണ്ട് എന്തായാലും. ഇല്ലേ, അതിനൊക്കെ ആന്റി അന്നൊരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യണേണ്ടായിരുന്നുള്ളൂ. എന്ത് സ്കൂട്ടിയില് ബാക്കിലിരുന്നേ മമ്മിക്ക് പോലെ ഇരിക്കാൻ പേടിയാണ്. ആന്റിയാണ് ആ സാരില്ല, നമുക്ക് എങ്ങനെയൊക്കെ പോവാതെ. പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയം. ഹലോ, ഇവിടെ വീഡിയോ എടുക്കുകയല്ലേ? അല്ലേ അല്ലേ അല്ലേ? ഓക്കെ, നിന്റെ പൊന്നോ അടുത്ത പോസ് കണ്ടിട്ടാ. ഇവ രണ്ടും കൂടി അവിടെ അവളുടെ മേലിരിക്കും, എന്നിട്ട് അവൾ ചവിട്ടി മറിച്ചിടും. കിട്ടും. അപ്പൊ അങ്ങനെ നമ്മള് ചെനക്കത്തൂർക്കാവ് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പ്രാർത്ഥിച്ച് തൊഴുതിട്ട് പോവാല്ലേ ബാബുട്ടാ? ഗാനമേള തുടങ്ങി പിന്നെ മമ്മീനെ പിടിച്ചിട്ടില്ല. അയ്യോ, ഞാൻ ഒതുങ്ങി ഒരു ഭാഗത്ത് നിൽക്കും. എന്തായാലും തൊഴുതിട്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ വരുന്നത്. സർജറി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വന്നതല്ലേ വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും ഉള്ള പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ വാക്കുട്ടിയാണ് വീഡിയോ കൊടുക്കുന്നത്. ഞാനും വാക്കുട്ടിയും കൂടി അവിടെ നിന്ന് ഭയങ്കര സ്റ്റണ്ടായിരുന്നു. കാരണം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വാക്കുട്ടീനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. വാക്കുട്ടി അപ്പോൾ എന്തോ പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. അപ്പോൾ നമ്മൾ താഴേക്കാവ് തൊഴുതിറങ്ങി കേട്ടോ. അപ്പം നമ്മളിനി മേലേക്കാവിക്കാന്ന് പോകുന്നത്. ആ പോകുന്ന വഴിയിലാണ് കേട്ടോ കുളം. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ ഉണ്ണിവാവ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി തിരിച്ചു വരുമ്പോൾ നമ്മൾ അപ്പുറേ പോവും, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം തന്നെ എടുത്തത്. അങ്ങനെ നമ്മളെല്ലാവരുടെയും തൊഴുതിറങ്ങി കേട്ടോ. തൊഴുതിറങ്ങിയപ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു സമാധാനം കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനൊക്കെ ഭാരവും ഒരു വേദനയും ഒക്കെ ആയിരിക്കും. പക്ഷെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. പക്ഷെ എന്നാൽ നമ്മൾ എപ്പോഴും വരാൻ കൂട്ടാക്കും, അതൊട്ട് ഇല്ലതാനും. എന്തായാലും വാക്കുട്ടി എനിക്ക് പൊട്ട് തൊട്ട് തരിക കേട്ടോ. വാക്കുട്ടിക്ക് ഞാൻ തിരിച്ച് തൊട്ട് കൊടുത്തപ്പോൾ വാക്കുട്ടി വേണ്ട ഞാൻ തൊടാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞാൻ വലുതാക്കി ഇട്ട് കൊടുക്കും, അതുകൊണ്ടാണ്. ഉണ്ണി പിന്നെ തൊടുമ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ, മമ്മി ചെറുത് തൊട്ടാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെറുത് തന്നെ വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുക കേട്ടോ. എനിക്ക് അമ്പലത്തിൽ വന്ന് അങ്ങനെ നീട്ടി വലിച്ച് കൂറിയിടണം, അതെന്താ അറിയില്ല, എനിക്കതൊരു ഇഷ്ടമാണ്. കഴുത്തിലും ഒക്കെ വെക്കണം കേട്ടോ. പിള്ളേർക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ, അവർക്ക് ചെറിയ പൊട്ട് തൊടുന്നതാണ് ഇഷ്ടം. വെറുതെ ഇടുവാവേ, ഇതിലൊന്നും അങ്ങനെ ഭംഗിയൊന്നുമില്ല. അമ്പലത്തിൽ പോയ മെസ്സി ലുക്കാണ് ലുക്ക്. കളിക്കുമെൻ കുഞ്ഞിളം കൂട്ടിലെ കൂട്ടുപാടാം ചുന്തിരി മുട്ടല്ലേ എന്റെ ചുത്തിരക്കാൻ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഗാനമേള കാണാൻ പോവാം അല്ലേ മമ്മി? അപ്പൊ നമ്മളെ തൊഴുകലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഗാനമേള കാണാൻ പോകട്ടോ. പിന്നെ ഉണ്ണി ഞാൻ തൊഴുന്ന പോലെ നിൽക്കാം വാവേ, എനിക്കൊരു ഫോട്ടോ എടുത്താന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേനും അവൾക്ക് ക്ഷമയില്ല, തിരിഞ്ഞു നോക്കി. അപ്പോൾ വാക്കുട്ടി പറയുന്നത് എടുത്തിട്ടില്ല, അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കുമെന്ന് പറയുകയാണേ. ഇത് ഞാൻ കോപ്പിറൈറ്റ് വരില്ല വെച്ചിട്ട് പാട്ടൊക്കെ അതുപോലെ തന്നെ വെച്ചു കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടി. രണ്ടാം വട്ടം എഡിറ്റ് ചെയ്യാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫുള്ള് വെച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല കേട്ടോ, കോപ്പിറൈറ്റ് കിട്ടി. അതുകൊണ്ട് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്താണ്.
കാണാനാണ് ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടി അനുരളിൽ ദിവസം അമ്പലത്തിൽ പ്രോഗ്രാം വെച്ചാലും ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നിറയെ ആൾക്കാർ കാണാൻ വേണ്ടി ദിവസവും വരുന്നുണ്ട്. ഇപ്രാവശ്യം പൂരം നല്ല അടിപൊളിയായതുകൊണ്ട് അതേപോലെ ജനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ യന്ത്രൂഞ്ഞാലൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇല്ലച്ചാൽ പൂരത്തിൻ്റെ തലേ ദിവസമൊക്കെ വരിക. പൂരത്തിൻ്റെ തലേ ദിവസമല്ല, കുറച്ച് ദിവസം മുൻപൊക്കെ വരിക. ഇത് ഒരുപാട് ദിവസങ്ങൾ മുൻപ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ വാവുക്കുട്ടി പോയിട്ട് അതിലേക്ക് ഇരുന്ന് തലയൊക്കെ ചുറ്റി വെലിക്കന് കാര്യമൊക്കെ ചെയ്തിട്ടാട്ടോ വന്നേക്കുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് അതുകൊണ്ട് എല്ലാം മതിയായിരിക്കണു. ഗാനമേള നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പൂരം ഭയങ്കര ഗംഭീരമാണ്. കാരണം എന്താ വെച്ചാൽ ഡെയിലി പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്ര അടുത്തായാലും നമ്മൾ പോയിരുന്നില്ല. പക്ഷേ ഇന്നാണ് ഞാൻ പോയത്. പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വച്ച സാര പമ്പ എടുപ്പ് വെച്ച നക്ഷത്തിര തൊട്ടി വെച്ച കരുമ്പ് തോട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം എനിക്ക് നിന്നിട്ട് കാലൊക്കെ നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം വാക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് കമ്മൽ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്താ വെച്ചാൽ കുറേ നേരം നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ശരീരം സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ട് നേരെ കമ്മലിലേക്കാണ് കേട്ടോ പോകുന്നത്. നല്ല നല്ല കമ്മലായിരുന്നു. അപ്പോൾ ഞാനൊരു 5-6 വാങ്ങിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു റെയറായിട്ട് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഉണ്ണി എന്തൊക്കെയോ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവൾക്ക് ഓരോരോ കമ്മൽ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി എന്ന് തോന്നണൊക്കെ ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. കണ്ട് ഞാൻ ഓരോന്നോരോന്ന് വെച്ച് നോക്കിയപ്പോൾ അവൾ കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെ ഡ്രസ്സിനൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. പിന്നെ ഉണ്ണി 2-3 കമ്മലൊക്കെ സെലക്ട് ചെയ്തെന്നു. പക്ഷെ അതൊന്നും എനിക്കിഷ്ടമായില്ല. എനിക്കിഷ്ടമായത് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ അത് അവർക്ക് ഇഷ്ടമായി കേട്ടോ. ഞാനിതിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ എത്ര കമ്മലുണ്ടെച്ചാലും പിന്നെയും കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹം നിൽക്കില്ലല്ലോ അല്ലേ. ആൾക്കാർ ലാസ്റ്റ് എന്നെ പിടിച്ച് തല്ലും തോന്നുന്നുണ്ട്. അത് അപ്പുറത്ത് അത് ഇപ്പൊ കാണിക്കണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ആ വീട്ടിൽ പോയിട്ട് കാണിക്കാം, ഇവിടെ തന്നെ കാണിക്കണ്ടാന്ന്. ആള് ഇവിടെ തന്നെ എന്താണ് ഹോൾ വീഡിയോ ചെയ്യാണ്. 2 മക്കളോട് ഇരിക്കട്ടെ ഇങ്ങനെ വിശന്നിട്ട് വയ്യ. പൂരപ്പറമ്പ എന്നുള്ളൊരു വാക്കുട്ടി അവിടെ പോയിട്ട് വാക്കുട്ടിക്ക് റിങ് വാങ്ങിച്ചിട്ട് പോയി നോക്കാൻ പോയിരിക്കുക കേട്ടോ. കാരണം അവൾ ഉദ്ദേശിച്ച റിങ്ങൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവളറിയാതെ വീഡിയോ എടുത്തതാണ്. അവൾ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വാക്കുട്ടിക്ക് ഇതുപോലെ റിങ് ഒരു ക്രേസാണ്.
ആദ്യമായിട്ടാട്ടോ ഉണ്ണി ചോക്കോബാർ വേണ്ടെന്ന് പറയുന്നത്. എന്താ ചില്ലിച്ച ഒന്നിന് പകരം 2-3 കഴിക്കുന്ന ആളാണ്. ഇപ്രാവശ്യം ചോക്കോബാർ വേണോ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. വാക്കുട്ടി അവൾക്ക് വേണ്ടി ഒന്ന് വാങ്ങാൻ പോയതാട്ടോ. അവൾ ഏതൊക്കെയെന്ന് അവൾക്ക് വേണ്ട ഫ്ലേവർ നോക്കി വാങ്ങിക്കുകയാണ്. ഉണ്ണിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ണി വിശക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ജിമ്മിനൊക്കെ പോയതുകൊണ്ട് അവൾ അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നില്ല, എന്നാൽ കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ്. ഇപ്പം എന്താ അവൾ വേണ്ടെന്ന് പറഞ്ഞത് എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചായിരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും വല്ല തട്ടുകടയ്ക്ക് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പാവത്താനെ പോലെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചോക്കോബാറൊന്നും കഴിച്ചില്ല വെച്ചാലും ആളിപ്പോൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ കുറച്ച് കുഞ്ഞു മക്കൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ അമ്പാടീനെ പോലെ തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അവർ ആ പാട്ട് കഴിയുന്ന വരെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വരുമോ? ഇടയ്ക്ക് വരുമോ? അടുത്ത പാട്ട് വരുമ്പോ ഡാൻസ് കളിക്കുമോ? പിന്നെ ഈ കുഞ്ഞാവായിട്ട് നല്ല കമ്പനിയായിട്ടോ. ആ കുഞ്ഞാവ് കുറച്ച് നേരം കൊണ്ട് ഉണ്ണിവാവടത്തൊക്കെ നന്നായിട്ട് അറ്റാച്ചായി. ഞങ്ങളിവിടെ വിളിച്ചാൽ വേണച്ച വരുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടോ. കാരണം അത്രയും ഒരു നല്ലൊരു കമ്പനിയായ കുഞ്ഞ്. നമ്മളെ കറക്കാൻ നോക്ക്. ഒരു ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്. ഹലോ, അപ്പം നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഗാനമേള അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം നിന്നോട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട ഇവിടെ ഈ ചെവിവേദന മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചെവിവേദന. അപ്പം ഇങ്ങോട്ട് പോന്നു. പിന്നെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കാലൊക്കെ ഭയങ്കര വേദന. ഇപ്പം ഈ ഉണ്ണിക്ക് കുഴപ്പമില്ല, ഉണ്ണി വരാന്ന് പറയും. ചെറുത് വരുന്നില്ല, ചെറുത് അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിനെ കുറേ നേരം ഞങ്ങൾ വാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കാട്ട് പൈസ കാട്ടി ഞാനൊരു കളിപ്പാട്ടം വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ശരി വേണ്ട, കളിപ്പാട്ടം കേട്ട് ശരി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ശരി അതങ്ങോട്ട് കൊണ്ടുപോവാ. കൊണ്ടുപോടാ നമ്മുടെ കുട്ടി. വാ, നല്ല കുട്ടിയല്ലേ, വായോ ഉണ്ണിമ്മ. അവളോടൊന്ന് കൊണ്ടുവരാൻ പറയടാ, ഒന്ന് കൊണ്ടുപോവാ. ജാസി ഗിഫ്റ്റിന്റെ ഒക്കെ ആയിരുന്നു കേട്ടോ ഗാനമേള. പിന്നെ രഞ്ജിനിയുടെ ഒക്കെ നല്ല അടിപൊളി ഗാനമേള. ഇനി ഇവിടെ അങ്ങോട്ട് ദിവസം ഗാനമേളയാണ്. റിമി ടോമിയുടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. 21-ാം തീയതി റിമി ടോമിയുടെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പോയിട്ട് എനിക്ക് മറ്റേ ഈ ചെവിവേദന മാറിയിട്ടില്ലാട്ടത് ഇങ്ങനെ വേദനിക്കുന്നുണ്ട് ഇവിടെ. റിമി ടോമിയുടെ ഗാനമേളയ്ക്ക് പോവാ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ചേട്ടാ ബൈ ബൈ. അങ്ങനെ നമ്മളെ ചെനക്കത്തൊരു അമ്മേനെയൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ബൈ. അവിടെ തോക്കും അവളും ഒരു പിരി പോയി ഇങ്ങനെയൊക്കെ കാട്ടോ. ഇതൊക്കെ എന്ത് വലുത് കണ്ടിട്ടുണ്ട്. അതെ, ഒന്ന് കാണിക്കന്നെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓ ഇതൊക്കെ ഇടൂട്ടാ, കട്ടിയാണ്ടോ, ഇതൊക്കെ ഇടൂട്ടാ. ഇതൊന്ന് പൊട്ടിച്ചു തരുമോ? ഇത് പൊട്ടിച്ചെന്നാ മമ്മിക്ക് ഒരു കുഞ്ഞോട്ട വരുത്തിയാൽ മതി, വല്ലാണ്ട് ഓട്ടയക്കരുത്. പല്ല് പിടിച്ച് പിന്നെ നമ്മൾ വാങ്ങിച്ച കമ്മല് കാണിച്ചെന്നില്ലല്ലോ, ഞാൻ കാണിച്ചതാട്ടോ. വാവുണ്ട് കുറക്കേ. ഇതാട്ടോ ഒരു കമ്മല്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായിന്ന് കമന്റ് ചെയ്യണത്. ഒരു കമ്മല് ഇത് വേറെ കമ്മൽ, പക്ഷെ നേരിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് വേറെ കമ്മൽ. ഇതൊരു കമ്മൽ. ഇതെന്തോ ഒരേപോലെ വാങ്ങിച്ചെന്ന് വിചാരിക്കുന്നത്. ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഇതിൻ്റെ സ്റ്റോണൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാണ് ഒരേപോലെ വാങ്ങിയത്. പിന്നെ ഇതാണ്ട് അത് നല്ല രസമുണ്ടാവും എന്ന് വിചാരിച്ചു, ഇട്ട് നോക്കി. പിന്നെ മുട്ട കേട്ടോ.
ഇത് ഉണ്ണിക്ക് സ്റ്റഡാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. എല്ലാം നന്നായിട്ടുണ്ട്.